പരുന്തുംപാറയിൽ കയ്യേറ്റമുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കണമെന്നാണ് CPMന്റെ നിലപാട്. റവന്യൂ ഉദ്യോഗസ്ഥർ കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. വൻകിട കയ്യേറ്റങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും യാതൊരു തടസ്സവുമില്ല. 20 അടി ഉയരമുള്ള കുരിശ് സ്ഥാപിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? സാധാരണക്കാരാണ് നിയന്ത്രണങ്ങളിൽ വലയുന്നതെന്നാണ് CPMന്റെ പരാതി. ഉദ്യോഗസ്ഥന്മാരെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. ഒന്ന്, സർക്കാരിന്റെ പദ്ധതിയെ പൊളിക്കുക. 2, പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഗവൺമെന്റിനെതിരാക്കുക. 3, വൻകിടക്കാരായിട്ടുള്ള നിർമ്മിതികളെല്ലാം സഹായിക്കുക. അതേസമയം കൈവശം വയ്ക്കുന്നത് കയ്യേറ്റ ഭൂമിയാണെന്ന ആരോപണം നിഷേധിച്ച് സുവിശേഷകൻ സജിത് ജോസഫ് രംഗത്തെത്തി. പട്ടയമുള്ള ഭൂമി വില കൊടുത്തു വാങ്ങുകയായിരുന്നു. ഇവിടെ കുരിശ് സ്ഥാപിച്ചത് മാർച്ച് 1-നാണ്. തനിക്ക് സ്റ്റോപ്പമോ ലഭിച്ചത് മാർച്ച് 4-നാണെന്നാണ് സജിത്തിന്റെ വിശദീകരണം. 1961 ഇടുക്കി ജില്ല പോലും രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് പട്ടയം കിട്ടിയതാണിതെന്ന് പറയുകയും ലീഗൽ ഒപ്പീനിയന്റെയും ചുറ്റുപാടുള്ള ആൾക്കാരുടെ ബോധ്യത്തിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നത്. കയ്യേറ്റത്തിന് മതചിഹ്നം മറയാക്കി മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.